യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമുക്ക് കൊള്ളപ്പലിശയൊന്നും വേണ്ട സൂരജ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നതിലും കുറച്ചെന്തെങ്കിലും കൂടുതൽ തന്നാൽ മതി. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോണ്ടേ, അതിനാ. എടാ, എനിക്ക് നിന്നെ വിശ്വാസമുള്ളത് കൊണ്ട് മാത്ര നീ പറഞ്ഞ എന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ഞാൻ നിനക്ക്. ആ ശരി, നീ ആലോചിച്ചിട്ട് വിളിക്ക്. ആ ഓക്കെ. ജനാർദ്ദനം വിളിച്ചാൽ നടക്കില്ല എന്ന് പറയാം. അവനാ ഷോപ്പ് എടുത്തിട്ട് ബാക്കി പണം വിനയന് കൊടുത്തേക്കട്ടെ. അതും കൂടി ഇവൻ ആർക്കെങ്കിലും പലിശക്ക് കൊടുത്ത് മുടിച്ചോളും. അങ്ങനെയുള്ളതെല്ലാം തൊലയ്ക്കാൻ വിട്ടുകൊടുത്ത എങ്ങനെയാച്ചാ? രണ്ട് പെൺകുട്ടികളെ വളർത്തിയെടുക്കണ്ടേ? അവര് നീ നിന്റെ ചേച്ചിക്ക് ദത്ത് കൊടുത്തിരിക്കുമല്ലേ, പിന്നെന്താ? നിനക്ക് ജീവിക്കാൻ വേറെ വഴിയുണ്ട്. എനിക്കല്ലേ ഒന്നുമില്ലാത്തത്. നിനക്ക് എന്തെങ്കിലും ഇല്ലാതായിട്ടുണ്ടെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. ദേ, ബാക്കിയുള്ളതുകൂടി കൈ വിടാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. അച്ഛാ, ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. ശബരിയോടോ ഇന്ദ്രേട്ടനോടോ തൽക്കാലത്തേക്ക് ഒരു 2.5 ലക്ഷം രൂപ റോൾ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കാം. ഒരു മാസത്തേക്കെങ്കിലും അവര് സഹായിച്ചാ എവിടെന്നെങ്കിലും ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ടായാലും അത് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അതിലും ഭേദം വല്ല ചിരട്ട എടുത്ത് തെണ്ടാ പോകുന്നാടി. ഇന്ദ്രന്റെ ശബരിയുടെ അടുത്ത് നീ കാശ് ചോദിച്ചു തന്നാ നിന്റെ കാലിയാ ഇരിക്കങ്ങോട്ടെ. ഇവിടെ ഇരിക്കേ. നീ ഇവിടെ ഒന്ന് ഇരുന്നേ വിനയ. ഇരിക്കങ്ങോട്ടെ. തല മറന്ന് എണ്ണ തേക്കരുന്ന് പണ്ടുള്ളവര് പറയും. ദേ, അവനോട് നില മറന്ന് സംസാരിക്കരുത് വിനയ. ആരാ നാളെ നമുക്ക് സഹായത്തിനെത്താന്ന് പറയാൻ പറ്റില്ല. ഇവളുടെ ബന്ധുക്കളുടെ അടുത്ത് എന്നെ ചെറുതാക്കാൻ വേണ്ടിയാ ഇവളെ അവന്മാരുടെ അടുത്ത് കാശ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അവന്മാർ ഈ നാട്ടിലെ അദാനിയോ അംബാനിയോ ഒന്നും അല്ലല്ലോ. ഇന്ദ്രന്റെ ശബരിയുടെ അടുത്ത് എടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ കാശ് എന്റെ കയ്യിലുണ്ട്. ഓ, എങ്കിലേ അതിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് ചീരുവിനെ ഏൽപ്പിക്ക്. അവളാ ഷോപ്പ് നിലനിർത്തട്ടെ. കൊടുക്കാം. എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുക്കാം. ആ ഷോപ്പ് നിലനിർത്തി നിങ്ങൾക്ക് അവിടെ ബിസിനസ്സും തുടരാം. പക്ഷേ ഇവളുടെ ജോലി രാജിവെച്ച് വീട്ടിലിരിക്കണം. എന്താ, അതിന് തയ്യാറുണ്ടോ? നീ ശരിയാവില്ലടാ, ഒരു കാലത്തും ശരിയാവില്ല. നീ ഇല്ലാതെ ഞാൻ പോയ കടയിരുന്നാ അതുകൊണ്ടെന്ത് വരുമാനം കിട്ടും? എടാ മണ്ട, ഈ അവസ്ഥയില് ചീരുവിനൊരു ജോലി ഉള്ളത് നല്ലതല്ലേ? നിനക്കെന്താ അത് മനസ്സിലാവാത്തെ? എനിക്ക് കാശിനേക്കാൾ വലുത് എന്റെ അഭിമാനം. ജോലി കിട്ടിയപ്പോ തന്നെ ഇവളുടെ മട്ടും ഭാവം മാറിയെങ്കിൽ ഇനി ശമ്പളം കൂടി കിട്ടി തുടങ്ങുമ്പോ എങ്ങനെയായിരിക്കും? ഇവളെ പിടിച്ചാ കിട്ടില്ല. എന്റെ ഭാര്യ കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെ ഓടിച്ചാടി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിർത്ത്. ഇതിനപ്പുറം വല്ലതും പറഞ്ഞ മുഖത്ത് ആട്ടിയിട്ട് ഇറങ്ങിപ്പോവും. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കേട്ടില്ലേ ഇവള് പറഞ്ഞത്? തളർന്നു കിടക്കുന്ന ഭർത്താവിനോട് പറയേണ്ട വാക്കാണോ ഇത്? എടാ, നീ പറയിപ്പിക്കുന്നതല്ലേ. അച്ഛാ, ഞാൻ ഇറങ്ങാം. ഇന്ന് ചിലപ്പോ ഫിസിയോതെറാപ്പിസ്റ്റ് വരും. അച്ഛൻ ഇവിടെ തന്നെ ശരി മോളെ. എനിക്ക് വേണ്ടി ഒരു തെറാപ്പിസ്റ്റും ഇവിടെ വരണ്ട. അതെന്താടാ, നിന്റെ കൈയും കാലും ശരിയാവണമെന്ന് നിനക്ക് ഒരു ആഗ്രഹമില്ലേ? എന്റെ ആഗ്രഹത്തിന് എന്ത് വിലയാ ഇവിടെ ഉള്ളത്? മുഖത്ത് നോക്കി ആട്ടൂന്ന് പറഞ്ഞവള് എന്തിനാ എന്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നത്? അച്ഛാ, ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും അവര് വരുന്നത്. സമ്മതമാണെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവര് തിരിച്ചു പോട്ടെ. ഒരു ദിവസത്തെ ഫീസ് വെറുതെ പോകുന്നല്ലേ ഉള്ളൂ. അതങ്ങ് പോട്ടെന്ന് വെക്കാം. അവനവൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ മനസ്സ് വെച്ചിട്ട് എന്തിനാ? അച്ഛാ, പോയിട്ട് വരാം. ശരി മോളെ. ദേ, എന്ത് വേണോന്ന് എന്റെ മോൻ ഇവിടെ ഇരുന്നൊന്ന് ആലോചിക്കേ. എനിക്ക് അടുക്കള കുറച്ച് ജോലി ബാക്കിയുണ്ട്.
നിനക്ക് പോകാൻ സമയമായോ? ആ ഇറങ്ങും ഏട്ടാ. ഉം. ആ ആ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഏട്ടാ? നിനക്കിപ്പോ വീട്ടിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് താമസിക്കാൻ കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് കണ്ടെത്തി അവിടേക്ക് മാറണം. ആ എന്താ നീയൊന്നും മിണ്ടാത്തത്? ഈ വീടും ഇവിടുത്തെ സൗകര്യങ്ങളോടും ഞാൻ പൊരുത്തപ്പെട്ടു. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് മാറണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല സോനെ, കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് സത്യനും ഇന്ദ്രേട്ടനും കൂടെ കണ്ടെത്തി തരും. ഉം. അത് ശരിയാ. ഏട്ടനും സത്യേട്ടനും വിചാരിച്ച സൗകര്യമുള്ള വീട് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ എന്റെ സാഹചര്യത്തിൽ ഈ വീടിനുള്ള വാടകയെ എന്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ. നിന്റെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? വീടിന്റെ വാടകയും മറ്റും ഞാൻ നോക്കിക്കോളാം. ഏട്ടനൊന്നും തോന്നരുത്. നിങ്ങളോട് ആരോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പുകൊണ്ടോ ഒന്നും പറയുന്നതല്ല. എനിക്ക് എന്റേതായ രീതി ജീവിക്കാനാണ് ഇഷ്ടം. പിന്നെ എന്റെ പരിമിതികൾ അറിഞ്ഞു വേണം എന്റെ കുഞ്ഞ് വളരാൻ. ഹ, നീ ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല മോളെ. നിന്റെ ഏട്ടന്മാർക്ക് നിന്നെ സംരക്ഷിക്കാനുള്ള കടമയുള്ളതാ. അതെ സോനെ, അമ്മ പറഞ്ഞതാ ശരി. കടമയും കടപ്പാടും ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് ചെറുതാണെങ്കിലും എനിക്കൊരു ജോലിയുണ്ട്. ആ തുച്ഛമായ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാനുള്ള മനസ്സും. അപ്പൊ പിന്നെ ഇതല്ലേ ഏട്ടാ നല്ലത്? എന്റെ അനിയത്തി വലിയ കുട്ടിയായി. ഇപ്പോ അമ്മയേക്കാൾ പക്വതയോടെ നീ സംസാരിക്കുന്നത്. അനുഭവങ്ങളല്ലേ ഏട്ടാ ഏറ്റവും വലിയ ഗുരു. പിന്നെ അമ്മയുടെ മേൽ നമ്മൾ മക്കൾക്കെല്ലാം തുല്യ അവകാശങ്ങളാ. അമ്മയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇപ്പോ ഏട്ടൻ വീട് മാറുന്ന കാര്യം പറഞ്ഞത് അമ്മ കഷ്ടപ്പെടുന്നതിലുള്ള സങ്കടം കൊണ്ടല്ലേ? അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. നിന്നെ ഈ പൊടിക്കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവാനോ? അതൊന്നും വേണ്ട. നിന്റെ ജീവിതം സുരക്ഷിതമാകുന്നവരെ ഞാനും ഉണ്ടാവും കൂടെ. അങ്ങനെ അമ്മയുടെ മാത്രം കാര്യം ഓർത്തല്ല ഞാൻ പറഞ്ഞേ. എനിക്ക് അമ്മയെ പോലെ തന്നെ നീയും പ്രിയപ്പെട്ടതാ മോളെ. എന്റെ നന്മയാണ് ഏട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നിർബന്ധിക്കരുത്. ശരി, ഞാനായിട്ട് ഇനി നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും മടിക്കാതെ എന്നോട് ചോദിക്കണം. ശരി ഏട്ടാ. അയ്യോ സമയേ, ഞാൻ ഇറങ്ങട്ടെ. ശരി, ചെല്ല്. സോന പോയല്ലോ. നിങ്ങൾ കുഞ്ഞിനെ ശ്രദ്ധിച്ചോ. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഞാൻ പോവാമ്മേ. അതൊന്നും വേണ്ട. ആ സാരമില്ലമ്മേ, ഞാനും ഇന്ദ്രേട്ടനും കൂടി പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഓ, ഈ സമയത്ത് അധികം ഭാരം എടുക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. ആ, ഞാൻ തന്നെ പോയി എടുത്തോളാം. എന്റെ കൺമുമ്പില് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഇതിലും വലിയ കഷ്ടപ്പാടിലൂടെയല്ലേ നമ്മൾ ഇതുവരെ എത്തിയത്. നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. വിഷമിക്കാതെ ഇന്ദ്രേട്ടാ. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടാ ഞാൻ വളർന്നത്. എനിക്ക് അറിവായ കാലം മുതല് അമ്മയ്ക്ക് കഷ്ടപ്പാടുണ്ടാവാതിരിക്കാനാ ഞാൻ ശ്രമിച്ചത്. എല്ലാം നേടിക്കഴിഞ്ഞിട്ടും ഇങ്ങനെ നോക്കി വെറുതെ കാഴ്ചക്കാരനെ പോലെ നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ എന്ന് ഓർക്കുമ്പോ നെഞ്ചു പൊട്ടുന്നു. സാരമില്ല ഇന്ദ്രേട്ടാ, അമ്മയ്ക്കും സോനയ്ക്കും നമ്മൾ പറയുന്ന മനസ്സിലാവുന്ന ഒരു സമയം വരും. അന്ന് അവര് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു ചിന്ത ഇപ്പൊ എനിക്കുള്ളൂ.